ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ദേവയാനി ആദർശനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ, അമ്മേ, അനാമിക ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ശ്രീധനം കൊണ്ടുവന്നായിരുന്നു. എന്നാൽ അതിനേക്കാളും നല്ല ലാഭം നയന കമ്പനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്, അതായത് ജ്വല്ലറിക്ക്. അങ്ങനെയുള്ളപ്പോൾ അമ്മ എങ്ങനെ നയനയെ കുറ്റപ്പെടുത്തരുത്. ലക്ഷങ്ങൾ ഉണ്ടാക്കി തന്നാലും കോടികൾ ഉണ്ടാക്കി തന്നാലും എനിക്കിവിടെ കാണുന്നത് വെറുപ്പാണ്. അതുകൊണ്ട് ഞാനിനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുക. അപ്പോൾ നവ്യ, എന്തായാലും ഇത് വല്ലാത്ത കഷ്ടമാണ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയാണ് അമ്മായിയുടെ കാര്യം അല്ലേ ആദർശേട്ടാ? എന്തായാലും ഇപ്പോൾ പണ്ടത്തെക്കാലം മാറ്റം ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇനിയിപ്പോൾ അമ്മ നന്നാവുമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ലെന്നതിനെ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കുകയും വേണ്ട എന്നും പറഞ്ഞ് ആദർശം അങ്ങ് പോയി. ഈ സമയം എന്നാലും അച്ഛൻ്റെ അമ്മയുടെയും നന്ദുവിൻ്റെയും കൂടെ കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചാടിനേനെ. അപ്പോഴേക്കും ഇങ്ങനെ ആയല്ലോ. സാരല്ലേ ചേച്ചി, ഇനിയും വിശേഷങ്ങൾ ഒരുപാട് വരികയല്ലേ. ചേച്ചിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ്, കുഞ്ഞ് ജനിക്കും, അതിന് 28 കെട്ട്, പിന്നെ ചോറൂണ്, പേരിടൽ, ചോറൂണ്, പിന്നെ ബർത്ത്ഡേ, അങ്ങനെ പലതും വരുമല്ലേ. അപ്പോഴൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടാം. പിന്നെ നന്ദു ക്യാമ്പിന് പോകുന്ന ദിവസവും നമുക്ക് കൂടാം. എന്താ പോരെ? അത് കേട്ടതും ശരി, പക്ഷെ ഇന്ന് നിൽക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് സന്തോഷം നീ കണ്ടായിരുന്നില്ല നയനെ? എന്ത് ചെയ്യാനാച്ചി, നമ്മൾ അവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. നമ്മൾ കാരണം ആദർശേട്ടനും അമ്മയും കൂടെ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നവ്യയാണ്. നവ്യ ഇറങ്ങി വരുന്ന സമയത്ത് അബിയാണെങ്കിലും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കണം. നിൻ്റെ ഈ മൊബൈൽ നോക്കലൊന്ന് അവസാനിപ്പിച്ചുകൂടാ അബി? ഏത് നേരം പെൺപിള്ളേരോട് ചാറ്റിക്കൊണ്ടിരിക്കുക. ഇനി ഈ പരിപാടിയൊന്നും നടക്കില്ല കേട്ടോ. നിന്നെ എൻ്റെ അനിയത്തി ശരിയാക്കും. എന്തായാലും അവൾ SI ആകാൻ പോവുക. കാക്കി യൂണിഫോം ഇട്ട നിൻ്റെ തരികിട പണിക്കൊക്കെ ഞാൻ പണി തരും. അത് കേട്ടതും ഇനി നിൻ്റെ അനിയത്തി എന്നെ കള്ളക്കേസിൽ കൊടുക്കുമായിരിക്കും. അങ്ങനെ കള്ളക്കേസിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യത്തിന് നീ കേസുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എടാ, എന്തെങ്കിലും നല്ല കാര്യം നീ ചെയ്തിട്ടുണ്ടോ? എപ്പോഴും ക്രിമിനലായിട്ട് നീ ചിന്തിക്കും. അതുകൊണ്ട് നീ നല്ല കാര്യം ചെയ്തെന്നൊന്നും പറയണ്ട എന്നൊക്കെ പറയുക. അത് കേട്ടതും നമ്മുടെ അബി, ഞാനല്ലെങ്കിലും അടികൊണ്ട കയ്യം കെട്ടി നോക്കി നിൽക്കുന്നവനല്ല, തിരിച്ചടിക്കുന്നവനാ. അതുകൊണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്നെ എരുമേലിൽ വെച്ചൊരുത്തൻ ഒരു SI കൊണ്ടുപോയായിരുന്നു പൊക്കിക്കൊണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ അവിടെ കൊണ്ടുപോയി അയാൾ എന്നെ ഇടിച്ചു. പക്ഷേ ഇടിച്ചടാം തടവിക്കൊണ്ടിരുന്നില്ല ഞാൻ. അവസരം വരുന്നത് വരെ കാത്തിരുന്ന് അവനെ കയ്യും കാലം തല്ലി ഓടിച്ചു. അത് കേട്ടതും എന്നാൽ പിന്നെ ഇനിയും നിനക്ക് കിട്ടും. അത് കേട്ടതും കിട്ടിയല്ലോ, വീണ്ടും കിട്ടിയായിരുന്നു. അതിനും ഞാൻ അവനോട് പകരം ചോദിക്കും. നീ നോക്കിക്കോ, SI ആയിട്ടൊന്നും നിൻ്റെ അനിയത്തി അധികകാലം ജീവിക്കില്ല. അത് കേട്ടതും അതെനിക്കല്ലെങ്കിലും അറിയാം, SI ആയിട്ടൊന്നും അവൾ അധികം നാൾ മുന്നോട്ട് പോവില്ല എന്ന്. കാരണം അവൾക്ക് ഏത് നേരവും ഓരോന്ന് പണി കിട്ടിക്കൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, സസ്പെൻഷനായി ഇടക്കിടക്ക് കാക്കി ഊരി വയ്ക്കേണ്ടിയും വരും. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മുഖം നോക്കാതെ ആൾക്കാരെ അവൾ ഇടിച്ച് നിരപ്പാക്കും. തെറ്റ് കണ്ടാൽ അത് നീയാണെങ്കിലും ഞാനാണെങ്കിലും. അങ്ങനെയുള്ളപ്പോൾ നീയേ ഇത്തിരി പേടിക്കണോ അബി? എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുക. ആ കുഞ്ഞ് നിൻ്റെയാണെന്ന് പോലും നിനക്ക് സംശയമാണല്ലോ. നവ്യ, മതി, നിന്നെ ഒരെണ്ണത്തിന് സഹിക്കാനേ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഇനി ഒരു കുഞ്ഞും കൂടെ, അതും കൂടെ വന്നു കഴിയുമ്പോൾ എൻ്റെ ജീവിതം ആകെ മാറി മറിയും. നീയും ആ കുഞ്ഞും കൂടെ ചേർന്നായിരിക്കും ഇനി എന്നെ ശല്യപ്പെടുത്താൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് കയറി പോവുക. ഈ സമയമാണെങ്കിൽ നവ്യയ്ക്ക് ഭയങ്കര സങ്കടമായി. എത്രയൊക്കെ പറഞ്ഞാലും ഇവൻ എൻ്റെ വഴിക്ക് വരുന്നില്ലല്ലോ, ഇവൻ എന്താ എന്നോട് ഇത്ര വെറുപ്പ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അനാമിക വരിക. അപ്പോൾ ദേവയാനി, അനാമിക മോള് കോഫി കുടിച്ചോ? ഇല്ല വലിയമ്മേ, എനിക്ക് വേണ്ട, കോഫി കുടിക്കാനുള്ള മൂടൊന്നുമില്ല. എന്തു പറ്റി മോളെ? മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അതിൻ്റെ കാരണം വലിയമ്മയ്ക്ക് അറിഞ്ഞൂടെ? ആ നന്ദു അവളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വലിയമ്മേ. അവളോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് അവൾ ഇങ്ങോട്ട് ഓടി വരിക. അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് വലിയമ്മേ. എന്ത് ചെയ്യാനാ മോളെ? അവളുടെ 2 ചേച്ചിമാർ ഇവിടെ ഉള്ളതല്ലേ. ആ സമയത്ത് അവളോട് വരണ്ടെന്ന് പറയാൻ പറ്റുമോ എന്നും ദേവയാനി ചോദിക്കുക. ഇത് കേട്ടോണ്ട് നയന അവിടെ നിൽക്കുവാണ്. വലിയമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. ആ നന്ദു ഇവിടെ മനഃപൂർവ്വം വരുന്നതാ. അവളുടെ ചേച്ചിമാർ അവളെ മനഃപൂർവ്വം വിളിച്ചു വരുത്തുന്നതാ, എന്നെ അനിയൻ കൂടെ തെറ്റിക്കാൻ. അങ്ങനെ പറയണ്ട മോളെ, അങ്ങനെയൊന്നുമല്ല. അവളുടെ ചേച്ചിമാർ ഇവിടെ താമസിക്കുമ്പോൾ അവളിവിടെ വരുന്നതുകൊണ്ട് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല.
പിന്നെ ഇനി ഞാൻ അവൾ വരുന്നത് എതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ മകൻ, അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർക്കാത്തത്. പക്ഷെ എന്നാലും വലിയമ്മേ, അവൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഏതു നേരവും ഞാനും അനിയും കൂടെ വഴക്കാണെന്ന് അവൾക്കറിയാം, ഈ വീട്ടിലുള്ളവൾമാർക്കും അറിയാം. എന്നിട്ടും മനഃപൂർവ്വം ഞങ്ങൾ ഒന്നും കൂടെ വഴക്കിടിക്കാൻ വേണ്ടി അവളെ കൂട്ടിയിട്ട് വരുന്നതല്ലേ? അല്ലല്ല മോളെ, അവൾ SI ആവാൻ പോവുക. അതിൻ്റെ സന്തോഷം അവളുടെ ചേച്ചിമാരോട് പങ്കിടാൻ വേണ്ടി അവൾ വന്നു. അത് വലിയ തെറ്റൊന്നുമല്ല. ദേ, നന്ദു ഇവിടെ വന്നാലും നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അച്ഛനും അമ്മയും ചേട്ടനും ആദർശമൊക്കെ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നന്ദുവും നല്ല പെൺകുട്ടിയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ വല്ല കാരണവും ഉണ്ടാവും. ഇനിയിപ്പോൾ മോള് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അനിയാണ്, നന്ദുവിനെയല്ല. എനിക്കറിയാം, വലിയമ്മ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. വലിയമ്മ ഇപ്പോൾ വലിയമ്മയുടെ മരുമോളെ സ്നേഹിക്കുന്നുമുണ്ട്. ആര് പറഞ്ഞു? ഞാൻ അവളെ സ്നേഹിക്കുന്നൊന്നുമില്ല. പിന്നെ ഞാൻ അവളെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കുക. കാരണം ഞാൻ അവളെ സ്നേഹിച്ചില്ലെങ്കിൽ ആദർശ് അവന് സങ്കടവും. അത് കേട്ടതും ശരി, സ്നേഹ അഭിനയിക്കുകയാണെങ്കിൽ പിന്നെ വലിയമ്മ എന്തിനാ അവളെ ജ്വല്ലറിയിലേക്ക് വിട്ടത്? അത് പിന്നെ മോളെ, അവളെ ഇവിടെ ഇരുന്ന് കാണാതിരിക്കാനാണ് ഞാൻ ജ്വല്ലറിയിലേക്ക് വിട്ടത്. അവൾ ജ്വല്ലറിയിലേക്ക് പോയാലും നമുക്ക് നല്ല ലാഭമുണ്ട്. നമ്മുടെ ജ്വല്ലറിക്ക് അവൾ ഉണ്ടാക്കി തരുന്നത് ലക്ഷങ്ങളിലെ ലാഭമാണ്. അത് കേട്ടതും നയനയ്ക്ക് സന്തോഷമാവുക. ഈ സമയം എന്നാലും വലിയമ്മേ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള പണി ഒപ്പിക്ക്. ആദർശേട്ടൻ പോകുമ്പോൾ അവളെ ജ്വല്ലറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതേപോലെ 2 ബ്രാഞ്ച് അനിയെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അവനെന്താ എന്നെ കൂടെ കൊണ്ടുപോകാത്തത്? അത് കേട്ടതും മോളെ, നയന പോകുന്നത് ഡിസൈൻ ചെയ്യാനാ. അവൾ അവിടെ ചെന്ന ആദർശിനോട് വഴക്കിട്ടോണ്ടൊന്നും ഇരിക്കില്ല, ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നീയും അനിയും കൂടെ ഒരുമിച്ച് ജ്വല്ലറിയിലേക്ക് പോയാൽ 2 പേരും ഏതു നേരവും വഴക്കായിരിക്കില്ലേ? അങ്ങനെ വഴക്കിട്ട അവിടെയുള്ളവർക്ക് അതൊരു കൗതുക കാഴ്ചയായിരിക്കും. അതുകൊണ്ടാണ് മോളെ പോകണ്ടെന്ന് ഞാനും കൂടെ വിചാരിച്ചത്. അത് കേട്ടതും അല്ലെങ്കിലും ഇപ്പം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നയനയെ കാണുക അനാമിക. എന്താ അവിടെ നിൽക്കുന്നേ? ഞങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞെന്ന് കേൾക്കുവാണോ എന്നും ചോദിക്കുക. ആണെങ്കിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെങ്കിലും കൾച്ചറില്ലല്ലോ. കൾച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും ചെയ്യുമായിരുന്നോ എന്നും. കൾച്ചറില്ലാത്ത ആർക്കാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങളും നിങ്ങളുടെ ചേച്ചിയും കൂടെ മനഃപൂർവ്വം വിളിച്ചു വരുത്തുക ആ നന്ദുവിനെ. ആണെങ്കിൽ എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോ, അതിലെനിക്ക് ഒരു കുഴപ്പമില്ല. അവൾ വലിയ SI ആവാൻ പോകുന്നതിൻ്റെ അഹങ്കാരമായിരിക്കും. പെൺകുട്ടികൾക്ക് ചേർന്ന പണിയല്ല SI ആവുന്നത്. ആര് പറഞ്ഞു പെൺകുട്ടികൾക്ക് ചേരുന്ന പണിയല്ല എന്ന്? പെൺകുട്ടികളെ ഒരുപാട് കൊതിക്കുന്ന ജോലിയാണ് SI, കാക്കി യൂണിഫോം ഇടുക എന്നുള്ളത്. അതെ, അതൊരു മിടുക്ക, കഴിവുള്ളവർക്കേ അത് കിട്ടും. പിന്നെ മിക്ക പെൺകുട്ടികളും ഈ ജോലിക്ക് പോകാറില്ല. അത് ജോലിക്ക് പോകാത്തതല്ല, ജോലി കിട്ടാത്തതുകൊണ്ടാണ്. കിട്ടിയാലും പോയിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതെ, നിൻ്റെ കണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണ്. കിട്ടിയാലും പോകാത്ത പെൺകുട്ടികളുണ്ടാവും. അവർ ധൈര്യമില്ലാത്തവരായിരിക്കും. അങ്ങനെയല്ലെങ്കിൽ പേടിച്ചിട്ടായിരിക്കും. പിന്നെ 2-1 തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ചില ഗുണ്ടകളെ ഉണ്ടല്ലോ, നിൻ്റെ അച്ഛനെ പോലുള്ള ഗുണ്ടകൾ, അവരെയൊക്കെ പേടിച്ച് ചില പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ മാറി നിൽക്കും. എന്നാൽ എൻ്റെ നന്ദു അങ്ങനെയല്ല. പേടിയൊന്നും അവൾക്കില്ല. എന്ത് കുറ്റം കണ്ടാലും നേരെ നോക്കി പ്രതികരിക്കും. അത് നീയാണെങ്കിൽ പോലും നിന്നെ അടിച്ചു തകർക്കാനും. SI ആവുന്നതിന് മുമ്പ് അവൾക്കൊരു പേടിയില്ലായിരുന്നു. അതുകൊണ്ട് SI ആയിക്കഴിഞ്ഞാലും ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിനക്കൊള്ളാം. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായി ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയമാണെങ്കിൽ നയനയാണെങ്കിൽ പൊളിച്ചെടുക്കുക അനാമികയെ. നീ എന്ത് വേണേലും വിചാരിച്ചോ, നന്ദു ഇവിടെ വരുന്നത് അനിയെ കാണാനാണെന്നോ, അനിയോടൊപ്പം ചങ്ങാത്തം കൂടാനാണെന്നോ, അനിയെ കല്യാണം കഴിക്കാനാണെന്നോ ഒക്കെ എനിക്ക് നിന്നെ പറഞ്ഞു തിരുത്താൻ പറ്റുമൊന്നുമില്ല. അതുകൊണ്ട് നീ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വീട്ടിലെല്ലാവരും നിനക്ക് സപ്പോർട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് ദേഷ്യപ്പെട്ടു പോവുക. ഈ സമയം ദേവയാനിയുടെ നിപ്പ് കണ്ടിട്ട് നയനയ്ക്കൊരു സംശയം. അമ്മ എന്നെ ഇപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടാതെ അമ്മ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ദേവയാനിയെ നോക്കുക. ദേവയാനിയും സൈഡായിട്ട് ചിരിച്ചുകൊണ്ട് അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജാനകിയെയും ജലജയെയും പിന്നെ അനാമികയുമാണ്. എന്നാലും ഇത് വല്ലാത്തൊരു കഷ്ടം അമ്മേ. എല്ലാവരും കൂടെ എന്നെ കുറ്റപ്പെടുത്തുക. ഇവിടെ ആ നന്ദു വരരുതെന്ന് പറയുമ്പോൾ നന്ദു വരുമെന്ന് പറയുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലമ്മേ എന്നൊക്കെ പറയാണ്. മോള് വിഷമിക്കണ്ട. എന്തായാലും ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ആ നയനയാണ്. അവളും എൻ്റെ മരുമോളും ഒക്കെ ഇവിടെ നിന്ന് പോകണം.
അതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാവും. ഏട്ടത്തിയെ തന്നെ നമുക്ക് ഇതിന് കരുവാക്കാം. എന്താ നീ ഉദ്ദേശിക്കുന്നത്? അതൊക്കെയുണ്ട്. അനാമിക മോളെ വിഷമിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു കാര്യവും നടക്കില്ല. അനാമിക മോള് നമുക്കൊക്കെ അനാമിക മോളുടെ ജീവിതത്തിൽ ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല. അതിന് ആ നയനെ ഇവിടുന്ന് പടിയിറങ്ങി പോകണം. ജ്വല്ലറിയിൽ ലക്ഷങ്ങളുടെ അവളുണ്ടാക്കുന്നത് അത് അപകടമാണ് ജലജയെ. കാരണം അവളിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾ ആദർശിനൊപ്പം മുകളിലേക്ക് പോകും, MD കസാരയിലെത്തും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയണം. അത് ശരിയാ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞോളാം. ഏട്ടത്തിയെ ആകെ ടെൻഷനല്ല. അവളെ ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥയിലും എന്നാലേ ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ എന്നൊക്കെ പറയാണ്. അപ്പോൾ ജലജ അങ്ങ് പോയി കഴിഞ്ഞതും എന്ത് ചെയ്യാനാ അപ്പച്ചി പോകുന്നത്? അത് കേട്ടതും അവളെ ഇളക്കി വിടുന്നത് നല്ലതാ മോളെ. അവളെ ഇളക്കി വിട്ടാലേ ഈ വീട്ടിൽ ചില കാര്യങ്ങളൊക്കെ നടക്കും. ഈ കുടുംബത്തെ പ്രശ്നം ഉണ്ടാവുന്നത് തന്നെ അവൾ കാരണം. അങ്ങനെയുള്ളപ്പോൾ അവളെ ഇളക്കി വിടുന്നത് നല്ലതാ എന്നൊക്കെ ജാനകി പറയുക. മോള് വിഷമിക്കേണ്ട, എങ്ങനെയെങ്കിലും ആ നയനെയും നവ്യെ ഇവിടുന്ന് പുറത്താക്കാം. മോൾക്ക് എല്ലാ അധികാരത്തോടു കൂടെയും ഇവിടെ ജീവിക്കാൻ പറ്റും. എന്ത് ചെയ്യാനാ അമ്മേ? എല്ലാവരും അവൾക്ക് സപ്പോർട്ടാ. ഇപ്പോൾ വലിയമ്മ പോലും അവളെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ എനിക്കത് വലിയ സങ്കടമുണ്ട്. ഞാൻ ഈ വീട്ടിലൊന്നും അല്ലാതെ ആകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി അവിടെ നിന്ന് ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണമല്ലോ. ഇത്രയൊക്കെ പാസ്സായിട്ടും അവൾക്കൊന്നും സമ്മാനം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഈ സമ്മാനം കൊടുത്താൽ ഇവിടെ ഉള്ളവർക്ക് സംശയമാവുമല്ലോ. എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജലജ ഏട്ടത്തി എന്താ ജലജയെ? ഏട്ടത്തി എന്തുദ്ദേശിച്ചാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ. എനിക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമല്ല. പിന്നെ എന്തിനാ ഏട്ടത്തി ഏത് നേരം അവളെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നേ? പാവ അനാമിക മോള് അവൾ കരയുക. ഏട്ടത്തി ഞാനൊരു കാര്യം പറയട്ടെ. നയനയെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഒരു പണിയുണ്ട്. അത് കേട്ടതും ദേവയാനി മനസ്സിൽ എൻ്റെ മരുമോളെ ഇനി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ലടി. ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്നാലും എൻ്റെ മരുമോൾ ഈ വീട്ടിൽ തന്നെ നിൽക്കും എന്നും മനസ്സിലാലോചിക്കുക. ഏട്ടത്തി എന്താ ആലോചിക്കുന്നേ? അല്ല അങ്ങനെ എന്ത് വഴിയാണ് നിൻ്റെ മനസ്സിലുള്ളത്? അതെ, ആദർശിന് നയനയോടുള്ള സ്നേഹം കാരണമല്ലേ ഏട്ടത്തിയും കണ്ണടച്ചു പോകുന്നത്? അതെ, ഇനി ആദർശിന് അവളോട് സ്നേഹം ഉണ്ടായില്ലെങ്കിലോ? അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കില്ലടി. എൻ്റെ മോൻ അവളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. അവൾ തിരിച്ചും. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ എൻ്റെ നയനമോളെ ചതിക്കാൻ നീ എന്തെങ്കിലും ലക്ഷ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് എനിക്കറിയണം. അതിന് നിൻ്റെ മുന്നിൽ അഭിനയിച്ചേ പറ്റൂ. അല്ല നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കുക. ഏട്ടത്തി അവളിപ്പോൾ ജ്വല്ലറിയിൽ പോകുന്നുണ്ടല്ലോ. അവിടെ വെച്ച് അവളെ ഒരു കള്ളക്കേസിൽ പ്രതിയാക്കിയാലോ? മോഷ്ടിക്കുന്നവളാണ് അവളെന്ന് തിരിച്ചറിഞ്ഞ ആദർശിന് അവളോടുള്ള ഇഷ്ടം പോവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആദർശ് അവളെ വെറുക്കും. അങ്ങനെ വെറുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടുന്ന് അവളെ ഇറക്കി വിടാൻ ഈസിയാവും. നടന്നാൽ കൊള്ളാം. അല്ല നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്നും ദേവയാനിയുടെ ചോദ്യം. അത് കേട്ടതും അത് ഏട്ടത്തെ അറിയണ്ട. അബി അവിടെയുണ്ടല്ലോ. അബിയെ വെച്ച് ഞാനൊരു വലിയ കളി തന്നെ കളിക്കാൻ പോവുക. എന്ത് കളിയാണ് നീ കളിക്കാൻ പോന്നെ? അതൊന്നും ഞാൻ ഏട്ടത്തിയോട് പറയില്ല. പക്ഷെ അവനെ വെച്ച് ഞാനൊരു കളി കളിക്കും. അങ്ങനെ കളിക്കുമ്പോൾ അവിടെ നിന്നും ഔട്ടാവും. അവളെ മോഷണ കേസിൽ പ്രതിയാക്കിയാൽ പിന്നെ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നും പറയുക. ഇത് കേട്ടതും ദേവയാനി ജന്മത്ത് നടക്കില്ലടി. എൻ്റെ മരുമോളെ കള്ളിയാക്കാനോ അവളെ കരയിക്കാനോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല എന്നും മനസ്സിലാലോചിക്കണം. ഏട്ടത്തി വിഷമിക്കേണ്ട. ഏട്ടത്തി അതിനെക്കുറിച്ച് ആലോചിച്ച് തല പോയിക്കാൻ വേണ്ട. ഞാൻ ചെയ്തോളാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക. ഈ സമയം ദേവയാനി നീ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യ്. എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് ഇറക്കി വിടണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ദേവയാനി നിൽക്കുകയാണ്. ഈ സമയം ജലജ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തോളണം. ഈ വീട്ടിൽ കയറി വന്ന അവൾമാരുണ്ടല്ലോ 2 എണ്ണം പുറത്തു പോകണം. അതിനിതാണൊരു വഴി. എന്ത് വഴി? ജ്വല്ലറിയിൽ പോകുമ്പോൾ നീ മോഷണ കേസിൽ അവളെ പ്രതിയാക്കണം. ആദർശൻ നയനയും അവിടെ ഉണ്ടല്ലോ. ആ സമയത്ത് നയനയെ നീ ഒരു കള്ളിയാക്കിയാൽ ഉറപ്പായിട്ടും ആദർശിനെയും നയനയും വേർപിരിക്കാൻ പറ്റും. നിൻ്റെ അമ്മായി ഒരു പാവാടാ. അവളെ സ്നേഹിക്കാൻ പറ്റാഞ്ഞിട്ടും വേറെ വഴിയില്ലാതെ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആദർശും ജയേട്ടനും പിന്നെ അച്ഛനും അമ്മയൊക്കെ അവൾക്ക് സപ്പോർട്ടല്ലേ. അവളെ ഇറക്കി വിട്ട അവരുടെയൊക്കെ വെറുപ്പ് സമ്പാദിച്ചു കൂട്ടേണ്ടി വരുമെന്ന് നിൻ്റെ അമ്മായിക്ക് അറിയാം. അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. വേറെ വഴിയില്ലാത്തതുകൊണ്ട്. എന്നിട്ട് എന്നെ പോലീസിനെ കൊണ്ട് ഇടിപ്പിച്ചതോ? അത് നീ ചെയ്ത തെറ്റിന്. കരൾ കൊടുക്കാത്ത പെൺകുട്ടിയെ കൊണ്ടുവന്ന് 50 ലക്ഷം കൊടുത്താലേ അത് വലിയ സങ്കടമുള്ള കാര്യമാണ്. ഈ ഉപദേശമൊക്കെ എനിക്ക് ഉപദേശിച്ച് തന്നിട്ട് അമ്മ തന്നെ എന്നെ ഇങ്ങനെയൊക്കെ പറയണം കേട്ടോ
എന്നൊക്കെ അബി. എടാ അതൊക്കെ വിട്, ഇപ്പം നമ്മൾ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഒരേ ഒരു മാർഗ്ഗമേ കണ്ടെത്താൻ പറ്റും. ജ്വല്ലറിയിൽ വെച്ച് എന്തെങ്കിലും ഒരു കാര്യം അവൾക്കെതിരെ അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റും. എന്നാൽ ഞാനത് ചെയ്യും. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ നയനയാണ്. അവൾ ഇവിടെ നിന്ന് പോയാൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. എന്നാൽ പിന്നെ അമ്മ നോക്കിക്കോ, ജ്വല്ലറിയിൽ അവൾക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടേ ഞാൻ വരൂ എന്നും പറഞ്ഞുകൊണ്ട് അബി പോവുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജലജ. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ